Hi, good evening. Hi, ma'am. Hi, hi. Yeah, ma'am. Fine, okay, great. Yeah, so anyway, we'll start the class. Okay. So this is the common phrases for day 66. I can read between the lines. I can read between the lines. I can read between the lines. I Have can you read between the lines. have you heard anything? It's quite difficult to understand his Tree sentence. എന്നോ land എന്നോ വല്ലതും പറയും. Tree Peace എന്ന് എന്നാണോ പറയുന്നത്. കേട്ടത്? Peace. Peace, no. Land. Land, no. I will play it once again. I can read between the lines. Oh, free birds എന്നാണ് തോന്നുന്നു. ലൈനപ്പ് എന്ത് വേണമല്ലോ ടീച്ചറെ? Line എന്നുണ്ട്, lines എന്നുണ്ട്. ലൈൻസ്. I can read between the lines. Okay, Birds ആണ് തോന്നുന്നു. it's quite difficult to understand. I'll show you this sentence. I can read between the lines. That's what he is saying. അറിയാന്നേ. Yeah. I can read between the lines. കേട്ടിട്ടുള്ളതാണ് അല്ലേ? Read between the lines. Okay, so can you tell me what is the meaning of read between the lines? വരികൾക്കിടയിലൂടെ വായിക്കുക. അതെ, വരികൾക്കിടയിലൂടെ വായിക്കുക. അത് എന്താ പറയുന്നത്, കറക്റ്റ് ട്രാൻസ്ലേഷൻ ആയിപ്പോവും. ബട്ട് വാട്ട് ഈസ് ദി ഒറിജിനൽ മീനിങ്? അത് എന്തായിരിക്കും? അതിനെ ഉദ്ദേശിക്കുന്നത് എന്താ? വളച്ചു കെട്ടി അങ്ങനെ വല്ലതാണോ? അല്ല. Understand deeply. അണ്ടർസ്റ്റാൻഡ് ഡീപ്ലി, ഓർ യു കെൻ സേ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കുക. ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം കാണും, അതല്ലാതെ ചില ആൾക്കാരുടെ പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ മുഖഭാവത്തിൽ നിന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ പിടിക്കുക എന്ന് പറയത്തില്ലേ? സോ ദാറ്റ് ഈസ് വാട്ട് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് മീൻസ്. ഒളിഞ്ഞിരിക്കുന്ന ഒരു അർത്ഥമുണ്ട്, അവർ പറയുന്ന കാര്യങ്ങളിലോ അവർ ചെയ്യുന്ന കാര്യങ്ങളിലോ ഒളിഞ്ഞിരിക്കുന്ന ഒരു അർത്ഥം ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത്. Okay, so read between the lines means, and it is an idiom used to say that someone understands the real or hidden meaning of what is read or written, even though it is not stated directly. കൃത്യമായിട്ട് നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതിനകത്ത് എഴുതിയിരിക്കുന്നതോ അല്ലെങ്കിൽ പറയുന്നതോ ആയ കാര്യത്തിന്റെ ഒരു ഒളിഞ്ഞിരിക്കുന്ന സത്യം എന്താണോ അത് വായിച്ചെടുക്കുക. അതിനെയാണ് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത്. വരികൾക്കിടയിലെ അർത്ഥം മനസ്സിലാക്കുക. ഐ തിങ്ക് നസീറ എന്ന് തോന്നുന്നല്ലേ ആ ഒരു സെന്റൻസ് പറഞ്ഞത്? വരികൾക്കിടയിൽ ഞാനാ പറഞ്ഞത്. അച്ചു ആണ് പറഞ്ഞത്. ഓക്കെ, സോറി. സോ ദാറ്റ് ഇസ് ദ കറക്റ്റ് സെന്റൻസ്. വരികൾക്കിടയിലെ അർത്ഥം മനസ്സിലാക്കുക, പറയാത്ത കാര്യം സൂചനകളിൽ നിന്നും ഗ്രഹിക്കുക, മറഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ദാറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, അബ്ദുൾ, ക്യാൻ യു റീഡ് ദി എക്സാമ്പിൾ? Yeah, if you read between the lines, you will realize that she is unhappy with the decision. Yeah. എന്താണ് അതിന്റെ അർത്ഥം? That means if you read face reading, like something what you understand from face expressions. Maybe. Really, you will really realize that she is unhappy with the decision. അവള് ആ ഡിസിഷനിൽ നിന്ന് വളരെ സന്തോഷവതി അല്ല, അല്ലെങ്കിൽ ഒട്ടും സന്തോഷം ഇല്ല എന്നുള്ളത് നമുക്ക് അതൊരു എന്താ പറയാ, നമുക്ക് അവരുടെ മുഖത്ത് നിന്നോ അല്ലെങ്കിൽ നമുക്ക് അത് കാണുമ്പോഴോ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കറക്റ്റ്, ദാറ്റ് ഈസ് കറക്റ്റ്. Yeah, can you make a sentence? If someone lying to me, I can understand really. I can read between the lines on from his or her face. It is okay. It needs some kind of correction. Yeah. So അവനോ നുണ പറയുകയാണെങ്കിൽ I can read between the lines from their face expressions. You can say that I can read between the line and understand that they are lying to me. Yeah, yes, that I mean. Yeah. Maybe I can read between the line and I will realize that they are lying to me. Lying to me, yes. Yeah. Okay, fine. That is correct. Okay, so that is read between the lines. We'll move on to the next one. After a while, they started to run out of steam. After a while, they started to run out of steam. After a while, they started to run out of steam. Did you hear something? വാനാന്ന് പറയുന്നുണ്ട്. Vana. Okay. After a while, they started to run out of steam. Well, turn around. Turn around. No. After a while, they started to run out of steam. എക്സ്ട്രീം എന്നോ വാന എക്സ്ട്രീം എന്ന് പറയുന്നത്. Extreme എന്നാണ് കേട്ടത്. Okay, so we'll see the sentence. After a while, they started to run out of steam. After a while, they started to run out of steam. Phrase എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ run out of steam എന്ന് പറയുന്നത്? കുറച്ച് സമയത്തിന് ശേഷം ഒരു സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള മീനിങ് ആണ്. No, not that. അത് എസ്കേപ്പ് എന്നുള്ള മീനിങ്ങിലേക്കല്ലേ? ഇല്ല, ഒഴുക്കിനൊത്ത് നീങ്ങുക എന്നുള്ളതല്ല. No, run out of steam. Run out of steam means it is an idiom used to say that someone or something
loses energy, enthusiasm, or momentum and is unable to continue as strongly as before. ഒരു ഉത്സാഹം തീരുക, ഉത്സാഹം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ശക്തി ക്ഷയിക്കുക, ഊർജം തീരുക എന്നൊക്കെ പറയത്തില്ലേ. കുറച്ചു നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും, അല്ലെങ്കിൽ കുറച്ചു നേരം ഒരു കാര്യത്തിൽ വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ചു കഴിയുമ്പം മേ ബി ആഫ്റ്റർ സം ടൈം വി ലൂസ് ദാറ്റ് എന്തൂസിയാസം അല്ലെ. നമുക്ക് ആ ഒരു ഉത്സാഹം ഉള്ളത് എന്ത് ചെയ്യാൻ തുടങ്ങും? അത് നഷ്ടപ്പെടാൻ തുടങ്ങും അല്ലെ. ആ നഷ്ടപ്പെടുന്നതിനെയാണ് റൺ ഔട്ട് ഓഫ് സ്റ്റീം എന്ന് പറയുന്നത്. സോ ഇഫ് യു വോണ്ട് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ക്യാൻ ബി എക്സോസ്റ്റ്. എക്സോസ്റ്റ് എന്ന് നമ്മൾ പറയത്തില്ല, എക്സോസ്റ്റഡ് എന്ന് പറയത്തില്ലേ. Yes. So that is somewhat similar, or it is a kind of a synonym for run out of steam. Okay. Yeah. Achu ഒന്ന് റീഡ് ചെയ്യാവോ എക്സാമ്പിൾ? I ran out of steam after working for 10 hours. 10 മണിക്കൂറത്തെ ജോലിക്ക് ശേഷം ഞാൻ എന്റെ ഊർജം തീർന്നു, ക്ഷയിച്ചു. അതെ, I run out of steam after working for 10 hours. 10 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത ആരല്ലേ ഊർജം ക്ഷയിക്കാത്തത്? ഉറപ്പായിട്ടും ക്ഷയിക്കും. Okay. So can you make a sentence of your own? Yesterday I burned the midnight oil, so I ran out of steam. Oh, that is good. Okay, connecting two idioms at once, isn't it? രണ്ട് idiom ഒരു സെന്റൻസിലൊക്കെ കൊണ്ടുവരിക. That is good actually. Okay, great. Okay, yeah. So we'll move on to the next one. I hope you get back safe and sound. I hope you get back safe and sound. I hope you get back safe and sound. I think this was easy. Hope you get safe and Safe and steady safe and sound. sound. Yeah. I hope you get back safe and sound. Okay, what is the meaning of safe and sound? സുരക്ഷിതമായിട്ട് എത്തിയെന്നുള്ളു. അത് തന്നെ, സുരക്ഷിതമായി അൺഹാംഡ്. ഓക്കെ, അൺഹാംഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ലേ, ഒരു കുഴപ്പവും പറ്റാതെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, പരിക്കുകളില്ലാതെ സുരക്ഷിതമായി തിരിച്ചെത്തുക. അതിനെയാണ് സേഫ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, it is an idiom used to say that someone or something is completely safe and unharmed after a dangerous or worrying situation. ഒരു എന്താ പറയുന്ന, ഒരു വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു കുഴപ്പവും പറ്റാതെ, ഒരു പരിക്കുകളും ഇല്ലാതെ സേഫ് ആയിട്ട് തിരിച്ചെത്തുക എന്നുള്ളതിനെയാണ്, അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതിനെയാണ് സേഫ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്നത്. സുരക്ഷിതമായും സുഖമായും അപകടമൊന്നുമില്ലാതെ, ഒരു പരിക്കുകളും ഇല്ലാതെ ഇരിക്കുക. ദാറ്റ് ഈസ് വാട്ട് സേഫ് ആൻഡ് സൗണ്ട് മീൻസ്. ക്ലിയർ? Yeah. So, Hanish, can you read the example? The children arrived home safe and sound. കുട്ടികൾ വളരെ സുരക്ഷിതമായി വീട്ടിൽ എത്തിച്ചേർന്നു. അതെ, the children arrived home safe and sound. Okay, അനീഷിനോട് എക്സാമ്പിൾ പറയാൻ പറഞ്ഞ പാടായിരിക്കും. ഞാൻ ശ്രമിക്കാം. Okay. During Iran and America war, my brother reached Dubai safe and sound. Okay, that is good. Okay, so that was a good sentence. Okay. Thank you. So we'll move on to the next one. Are you always so set in your ways? Are you always so set in your ways? You always set your ways. You always set your ways എന്നാണ് കേട്ടത്. Set your ways ഉണ്ട്, set in your ways എന്നാണ്. The sentence is, are you always so set in your ways? Set your ways എന്നല്ല, set in your ways. Okay, so do you know what is the meaning of set in your ways? എനിക്ക് തോന്നുന്ന പോലെ തോന്നുന്ന പോലെ എന്നാണ് തോന്നിയത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? എനി അതർ മീനിങ്? സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ, തന്റെ തീരുമാനം? somewhat similar to that. Set in your way means ശീലങ്ങളിൽ നിന്നോ? അത് തന്നെ, ശീലങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഓക്കെ, ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാള്. ഓക്കെ, ഇൻഫ്ലെക്സിബിൾ മീൻസ് വാട്ട്? ഹി കാൻ't ചേഞ്ച് ഹിസ് റുട്ടീൻ ഓർ ഹാബിറ്റ്. എപ്പോഴും എങ്ങനെയാണോ അങ്ങനെ തന്നെ തുടരും, ഒട്ടും മാറില്ല. അങ്ങനെയുള്ളതാണ് സെറ്റ് ഇൻ യുവർ വേസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എൻ ഇഡിയം യൂസ് ടു സേ ദാറ്റ് someone is so accustomed to their usual habits or ways of doing things that they are unwilling or unable to change. അവർക്ക് ഒന്നെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത്രയും അവരുടെ രീതികളിൽ ഉറച്ചു നിൽക്കുന്ന എന്നുള്ള ഇതിലാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് ഇൻ യുവർ വേസ് എന്ന് പറയുന്നത്. ശീലങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ മാറ്റം സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സെറ്റ് ഇൻ യുവർ വേസ് എന്ന് പറയുന്നത്. ഓക്കെ, നസീറ, ക്യാൻ യു റീഡ് ദി എക്സാമ്പിൾ? മൈ ഗ്രാൻഡ് ഫാദർ ഈസ് സെറ്റ് ഇൻ ഹിസ് വേസ്. എന്റെ ഗ്രാൻഡ് ഫാദർ ശീലങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. And doesn't like using smartphones. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ ഇഷ്ടമല്ല? സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല. ഓക്കെ, can you create a sentence? ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണോ? She is always set in her ways. So she got a good job.
Okay, she is so set in her ways that she got a good job. Fine. ശീലങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു ജോബ് കിട്ടിയെന്ന്. നല്ല ശീലങ്ങളായിരുന്നു, അതുകൊണ്ട് ജോലി കിട്ടി. ഓക്കെ ഓക്കെ, നല്ല ശീലങ്ങൾ ആയതുകൊണ്ട് നല്ല ജോലി കിട്ടിയെന്ന്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ, വി ക്യാൻ അക്സെപ്റ്റ് ദാറ്റ്. മാം അതിന്റെ രണ്ടാമത്തെ അർത്ഥം മാറ്റങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത എന്ന് പറയുന്നത്. മാറ്റങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇപ്പൊ ലൈഫിൽ തന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. അതായത് അവർക്ക് ആ രീതി തന്നെ തുടരാൻ താല്പര്യമുള്ളൂ. ഒരു എങ്ങനെയാണോ ശീലിച്ചു വന്ന ആ രീതിയിൽ തന്നെ അവർ തുടരാൻ താല്പര്യമുള്ളൂ. അവർക്ക് വേറൊരു രീതിയിലേക്ക് അതിനെ കാണാനായിട്ട് പറ്റാത്ത വ്യക്തികളുണ്ട്. ഇപ്പൊ പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ പറയുന്ന ATM ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഏതാ ATM ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പ്രായമുള്ള ഒരുപാട് പേരുണ്ട്. സത്യം, ദാറ്റ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ. ATM ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. പൈസ ബാങ്കിൽ ചെന്ന് തന്നെ എടുക്കണം. അവർക്ക് എത്ര സൗകര്യമുണ്ട്, ഇപ്പം GPay ഉണ്ട്, എന്തൊക്കെയാന്ന് പറഞ്ഞാലും നോ, ദേ ഹാവ് ടു ഗോ ടു ദ ബാങ്ക്, ദേ ഹാവ് ടു ടേക്ക് ദ മണി ഫ്രം ദ ബാങ്ക് ഇറ്റ് സെൽഫ്. അവർക്ക് അവിടുന്ന് തന്നെ എടുത്ത് ഉപയോഗിച്ചാലേ അവർക്ക് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് പ്രായമായ വ്യക്തികളുണ്ട്. അപ്പം വന്ന മാറ്റങ്ങൾ ഒരുപാടാണ്, പക്ഷെ ആ മാറ്റങ്ങൾ ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ തുടർന്നു പോകാൻ താല്പര്യപ്പെടുന്നത്. അതാണ് സെറ്റ് ഇൻ യുവർ വേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അച്ചു? Yes ma'am, yes ma'am. Okay, yeah, okay. So that is set in your ways. The next one. And I am happy to report it was smooth sailing. And I am happy to report it was smooth sailing. And I am happy to report it was smooth sailing. Did you hear? Sweet and tidy. People എന്ന് പറയുന്നത്. Neat and tidy എന്നാണോ കേട്ടെ? Wait once again. Happy to report it was smooth sailing. Last കേട്ട Neat and tidy. neat and tidy എന്നാണ്. Neat and tidy neat ഇല്ല, ഡൈവിംഗ്, സ്മൂത്ത് എന്നല്ലോ, സ്മൂത്ത് ഡൈവിംഗ് എന്നാണ് കേട്ടത്. ഓക്കെ, സോ ഐ ഷോ യു ദി ഒറിജിനൽ സെന്റൻസ്. And I'm happy to report it was smooth sailing. Okay, and I'm happy to report it was smooth sailing. Smooth sailing എന്നുള്ളൊരു ഫ്രേസ് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതുവരെ കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം. ഓക്കെ, സോ എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? Can you guess what it is? I'm happy to report it was smooth sailing എന്നാ പറഞ്ഞിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് ഇറ്റ് ഇസ് you can see that സ്മൂത്ത് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തടസ്സങ്ങളില്ലാതെ നന്നായിട്ട് പോകുക എന്ന് നമ്മൾ പറയത്തില്ലേ, ട്രബിൾ ഫ്രീ ആയിട്ട് പോവുക, അതിനെയാണ് സ്മൂത്ത് സെയിലിംഗ് എന്ന് പറയുന്നത്. I am happy to report it was smooth sailing. Okay, so it is an idiom used to say that a situation, activity, or process is progressing easily and without any problems or difficulties. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വളരെ നന്നായി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സ്മൂത്ത് സെയിലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യാതൊരു തടസ്സവുമില്ലാതെ കാര്യങ്ങൾ നടക്കുക, അല്ലെങ്കിൽ എല്ലാം സുഗമമായി പോവുക, പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുക എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്മൂത്ത് സെയിലിംഗ് എന്ന് പറയുന്നത്. വി നോ ദാറ്റ് നമ്മൾ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സംടൈംസ് ഇറ്റ്സ് ഗുഡ്, മീൻസ് ദ സെയിലിംഗ് ഓർ ദ ട്രാവൽ വിൽ ബി ഗുഡ്, ബട്ട് അതർ ടൈംസ് ഇറ്റ് ഈസ് ട്രബിൾസം, അല്ലെ? ചില സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവിടെ സ്മൂത്ത് സെയിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോവുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ധനുജ, ക്യാൻ യു റീഡ് ദി എക്സാമ്പിൾ? After we fixed the technical issues, it was smooth sailing. Yeah, after we fixed these technical issues, it was smooth sailing. അപ്പൊ ടെക്നിക്കൽ ഇഷ്യൂസ് ഫിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം വളരെ സുഗമമായി നടന്നു, വളരെ ഒരു തടസ്സവും ഇല്ലാതെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നന്നായിട്ട് നടന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാവോ? എനിവൺ, ആരെങ്കിലും? ധനുജ, if you could. I already prepared payasam and everyone had it. They told me that it's a smooth sailing. കറക്റ്റ് ആവോ? സ്മൂത്ത് സെയിലിംഗ് ഒരു തടസ്സവും ഇല്ലാതെ എന്നുള്ള രീതിയിലാണ്. I met the manager. After that, the project was smooth sailing. Okay, yeah, fine. I met the manager and after that it was smooth sailing എന്ന് പറയാം. Project was smooth sailing എന്ന് വേണമെന്നില്ല, it was smooth sailing എന്ന് പറഞ്ഞാലും മതി. Okay, ma'am. Yeah, fine. Okay, so that is smooth sailing. It means without any trouble or worry, ഒരു ബുദ്ധിമുട്ടോ തടസ്സമോ ഇല്ലാതെ എന്നുള്ള തരത്തിലാണ് സ്മൂത്ത് സെയിലിംഗ് ഉദ്ദേശിച്ചിരിക്കുന്നത്. Yeah, so that was the whole phrases.
we'll have a quick revision of what we have learned today. So the first one is smooth sailing. ഒരു തടസ്സവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് സെറ്റ് ഇൻ യുവർ വേസ്, അതായത് ശീലങ്ങളിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ മാറ്റം സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് സേഫ് ആൻഡ് സൗണ്ട്. സേഫ് ആൻഡ് സൗണ്ട് മീൻസ് സുരക്ഷിതമായും സുഗമമായും അപകടമൊന്നുമില്ലാതെ എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നു. Then next one is run out of steam. That means ഊർജം തീരുക അല്ലെങ്കിൽ ഉത്സാഹം നഷ്ടപ്പെടുക എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് റീഡ് ബിറ്റ്വീൻ ലൈൻസ്, അതായത് വരികൾക്കിടയിലെ അർത്ഥം മനസ്സിലാക്കുക. അതായത് നമ്മൾ എന്താ പറയുന്നത്, പറയാതെ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. Okay, so that was it for today. That's it for today. I'll see you tomorrow. Okay, have a nice day and good night. Good night. Thank you. Bye. Good night. Good night. Bye.